അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കുടുംബത്തെയും വീണ്ടും അപമാനിച്ച് നെഹ്റു കുടുംബം. അദ്ദേഹത്തിന്റെ ചിതാഭസ്മ നിബഞ്ജന ചടങ്ങിൽ പോലും നെഹ്റു കുടുംബം പങ്കെടുത്തില്ല. അതുമാത്രമല്ല, സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ച സൈന്യത്തെയും കോൺഗ്രസ് അപമാനിച്ചു. ഇന്നലെ പഴയ ഡൽഹിയിലെ യമുന തീരത്ത് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങളും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളും പങ്കെടുത്തില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ശനിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടന്ന നിഗംബോധ് ഘട്ടിൽ നിന്ന് ചിതാഭസ്മം എടുക്കുമ്പോഴും പിന്നീട് നിമജ്ജനം ചെയ്യുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം വ്യക്തമായി തന്നെ പ്രകടമായിരുന്നു. മൻമോഹൻ സിംഗ് മരിച്ചതിന് തൊട്ടു പിന്നാലെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകിയില്ല എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിച്ച് അപമാനിച്ച കോൺഗ്രസുകാർക്ക് മുൻ പ്രധാനമന്ത്രിയോട് എത്രത്തോളം ബഹുമാനം ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു യമുന തീരത്ത് കണ്ടതും. അതിനിടെ മൻമോഹൻ സിംഗിന്റെ സ്മാരക ചടങ്ങുകൾ ക്രമീകരിച്ച സൈന്യത്തിനെതിരെയും കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ ആരോപണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം നൽകിയില്ല എന്നും ചടങ്ങിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നും കോൺഗ്രസ് വക്താവായ പവൻ രേഖ ഇന്നലെ ആരോപിച്ചിരുന്നു. ചടങ്ങുകളുടെ ചുമതല സൈന്യത്തിനായിരുന്നു നൽകിയത്. ഇരിപ്പിടങ്ങൾ അടക്കം ക്രമീകരിച്ചത് സൈന്യവും ഡൽഹി പോലീസുമായിരുന്നു. സ്വകാര്യ ചാനലുകൾക്ക് പ്രവേശനാനുമതി നൽകിയില്ല എന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ദേശീയ ചടങ്ങായി നടത്തിയതിനാലാണ് ദൂരദർശന് മാത്രം അനുമതി ലഭിച്ചത്. ദൂരദർശന്റെ ദൃശ്യങ്ങൾ സൗജന്യമായി തന്നെ എല്ലാ ചാനലുകൾക്കും നൽകുകയായിരുന്നു. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കായി മുൻനിരയിൽ 5 സീറ്റുകളാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ പത്നിക്കും 3 മക്കൾക്കും ഇരിപ്പിടമുണ്ടായിരുന്നു. ബാക്കിയുള്ള 20 സീറ്റുകൾ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കായിരുന്നു നൽകിയിരുന്നത്. രാഷ്ട്രപതിയും ഭൂട്ടാൻ രാജാവും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും സൈനിക മേധാവിമാരുമാണ് മുൻനിരയിൽ ഇരുന്നത്. രണ്ടാം നിരയിൽ 8 സീറ്റുകൾ മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കായി നൽകി. 3ഉം 4ഉം നിരയിലെ എല്ലാ ഇരിപ്പിടങ്ങളും കുടുംബാംഗങ്ങൾക്കാണ് നൽകിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തി കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം സംസ്കാരം പൂർത്തിയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രിയുടെ കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ തുടക്കം മുതൽ നിഗംബോധ് ഘട്ടിൽ ഉണ്ടായിരുന്നു. ഇത് വിസ്മരിച്ചാണ് കോൺഗ്രസിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്നപ്പോൾ അർഹമായ ബഹുമാനം നൽകാത്ത കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും JP നദ്ദ തുറന്നടിച്ചിരുന്നു. സംസ്കാര ചടങ്ങുകൾ ദൃശ്യവൽക്കരിക്കാൻ ദൂരദർശൻ അല്ലാതെ മറ്റൊരു വാർത്താ മാധ്യമത്തെയും അനുവദിച്ചില്ല എന്നതാണ് കോൺഗ്രസ് നേതാവ് പവൻ രേഖയുടെ വിമർശനം. ദൂരദർശൻ കൂടുതൽ സമയം അമിത്ഷായെയും മോദിയെയുമാണ് കാണിച്ചതെന്നും പവൻ രേഖ ആരോപിച്ചിരുന്നു. എക്സിലൂടെയായിരുന്നു അദ്ദേഹം വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നതും. എന്നാൽ കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു BJP മറുപടി നൽകിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കാൻ സ്ഥലം കണ്ടെത്തിയില്ല എന്ന രാഹുലിന്റെയും കോൺഗ്രസിന്റെയും വിമർശനത്തിന് പിന്നാലെയാണ് സംസ്കാര ചടങ്ങുകളിലും കോൺഗ്രസ് രാഷ്ട്രീയം കലർത്തിയതും. മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗം സൃഷ്ടിച്ച ദുഃഖത്തിനിടയിലും രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഷ്ട്രീയം കളിക്കുന്നത് നിർഭാഗ്യകരമായിരുന്നു എന്നാണ് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ മറുപടി നൽകിയതും. കോൺഗ്രസിന്റെ ഇത്തരം നിലവാരമില്ലാത്ത ചിന്താഗതിയെ എത്ര അപലപിച്ചാലും മതിയാകില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.